മുസ്ലിം രാജാക്കന്മാരാണ്, മുസ്ലിം ഭരണാധികാരികളാണ് എന്ന രൂപത്തിൽ എഴുതി വെക്കുകയും വർഗീയമായി മനുഷ്യരുടെ മനസ്സിലേക്ക് വിത്തുപാകുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ കാണാ വരാത്ത ബ്രിട്ടനിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് എഴുത്തുകാർ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതി വെച്ചതിന്റെ പിന്നാമ്പുറങ്ങളിലെ ഇന്ന് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തിനപ്പുറത്തേക്ക് മനുഷ്യനായി കാണാൻ കഴിയാത്ത രൂപത്തിൽ വർഗീയമായി കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിന്റെ മുരടിപ്പും എല്ലാം സംജാതമാകും. ഒരു രാജ്യത്ത് ഏറ്റവും പ്രധാനമായി നിലനിൽക്കേണ്ടത് രാജ്യത്ത് സമാധാനം നിലനിൽക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന, രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനമായ സന്ദേശം എന്നുള്ളത് സമാധാനത്തിന്റെ സന്ദേശമാണ്. സാഹോദര്യത്തോടുകൂടെ ഇവിടുത്തെ ബഹുസ്വരതയിൽ അനുസൃതമായിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശമാണ് ഈ രാജ്യം നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നമ്മോട് പറയുന്നത്. ഈ ഭരണഘടനയിൽ എന്താ? അതേ ബഹുസ്വരത എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായ സ്വരങ്ങളിൽ ജീവിക്കുന്ന, വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിലും വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലും ജീവിക്കുന്ന മനുഷ്യരെ എല്ലാവരെയും ഇന്ത്യൻ ദേശീയതയിൽ ഒന്നിക്കുന്ന ഒരു ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ബ്രിട്ടീഷ് വിരുദ്ധതയിൽ ഒന്നിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ഇവിടുത്തെ ബഹുസ്വരത എത്രയും ഏതെല്ലാം വലിയ ആശയങ്ങളുണ്ടോ ആ ആശയങ്ങൾക്ക് മുഴുവനും പ്രചാരണം നടത്താനും, ഏതെല്ലാം മതങ്ങളുണ്ടോ ആ മതങ്ങൾക്ക് മുഴുവനും പ്രവർത്തിക്കാനും, അവരുടെ ആശയങ്ങൾ കൈമാറാനും, അവർക്ക് പ്രബോധനം നടത്താനും, അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങളിലേക്ക് അവരുടേതായ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതില്ലാതെയാക്കുമ്പോ മനുഷ്യത്വം ഇല്ലാതെയാക്കുന്നു. അതേപോലെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനമായ ഇല്ലായ്മകള് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ രാജ്യത്തിന്റെ വികസിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വർഗം എന്നുള്ള മനുഷ്യന്റെ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകള് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി വരെ പറഞ്ഞത് രാജ്യത്ത് ഏറ്റവും അടിസ്ഥാന വർഗമാകുന്ന രാജ്യത്തെ പൗരന്മാർ 150 കോടിയോളം വരുന്ന പൗരന്മാർ. ആ പൗരന്മാര് അവരുടെ വികാസമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ വികാസമാണ്, അവരുടെ വിദ്യാഭ്യാസമാണ്, അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള അവകാശമാണ്. അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണ് രാജ്യം വികസിച്ചു എന്ന് പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇവിടെ കെട്ടുന്ന പാലങ്ങളും ഇവിടെ കെട്ടുന്ന റോഡുകളും അതെല്ലാം വികാസം എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുമെങ്കിലും അടിസ്ഥാനപരമായ വികാസം എന്നുള്ളത് ഈ രാജ്യത്ത് സമാധാനം നിൽക്കണം, രാജ്യത്തെ അടിസ്ഥാന പൗരന്മാർക്ക് വികസനം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രസ്ഥാനം പറയുന്നു, രാജ്യത്ത് വികാസം രൂപപ്പെടണമെങ്കിൽ സമാധാനം നിലനിൽക്കണം, മനുഷ്യനായി കാണണം. മനുഷ്യത്വത്തോട് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖലയിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ പിഞ്ചുമക്കൾ എന്തിനാണ് മരിക്കുന്നത് എന്ന് അറിയാതെ ദുഷ്ടപരമായി രക്തച്ചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കപ്പെടാതിരിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മനുഷ്യാവകാശ സംഘടനകളും മനുഷ്യാവകാശ നിയമങ്ങളുമായി ആചരിക്കുന്നത്. ഇത്തരം ആചാരങ്ങൾക്കപ്പുറത്തേക്ക്, നിയമങ്ങൾക്കപ്പുറത്തേക്ക് അത് പ്രായോഗിക തലത്തിൽ മനുഷ്യന്റെ പ്രായോഗിക തലത്തിലേക്ക് എത്തവരൂ, രാജ്യത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് എത്തവരൂ. അപ്പോഴാണ് രാജ്യം വികസിക്കുക. അപ്പോഴാണ് സമാധാനത്തിന്റെ സന്ദേശത്തോടുകൂടെ നമുക്ക് ഇന്നലെ ജീവിച്ചതുപോലെ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹോദര്യവും സൗഹൃദവും രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട്. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ മനുഷ്യനായി കാണേണ്ടതുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് അവന്റെ വർഗീയതത്തിനും അവന്റെ മതത്തിന്റെയും അവന്റെ ചിഹ്നങ്ങളുടെയും അതിലേക്കെല്ലാം അപ്പുറത്തേക്ക് അവൻ മനുഷ്യനാണ് എന്നുള്ള രൂപത്തിൽ അവന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവനെ കണ്ണീരൊടുക്കാനും ഒരു മനുഷ്യൻ, നമ്മുടെ രാജ്യത്തെ പൗരർ എപ്പോഴാണോ തയ്യാറാകുന്നത് അപ്പോഴാണ് രാജ്യത്തിന്റെ വികാസം സാധ്യമാകുള്ളൂ. അതുകൊണ്ട് സമാധാനപൂർണമായി ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ, ഇന്നലെ കളിഞ്ഞാടിയ സൗഹൃദം നിലനിൽക്കണമെങ്കിൽ, രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യനായി കണ്ടുകൊണ്ട് മതസൗഹാർദ്ദത്തില് സാഹോദര്യത്തിൽ ബഹുസ്വരതയിൽ കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരം ഒരു സന്ദേശമാണ് കേരള യാത്രയിലൂടെ കേരള മുസ്ലിം ജമാഅത്ത് പറയുന്നത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര 2026 ജനുവരി 1 മുതൽ 17 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ആ സന്ദേശയാത്രയുടെ പ്രചരണാർത്ഥം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന അരീക്കോട് ജനുവരി 7 അരീക്കോട് സന്ദേശയാത്ര കേരള യാത്ര എത്തുകയാണ്. അതിന്റെ മുന്നോടിയായി
തീയതി എടവണ്ണപ്പാറയിൽ നടക്കുന്ന ജില്ലാ സ്വീകരണ യാത്രയിലേക്കും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഞങ്ങളോട് സഹകരിച്ച യാത്രക്ക് സ്വീകരണം നൽകിയ മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.